ഹായ്, ടേസ്റ്റി കുക്കിങ്ങിൻ്റെ ഇന്നത്തെ വിഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വിരട്ടിയതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, 1 ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ മസാലപ്പൊടികളും ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ബീഫാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇത് വെള്ളം മിക്സ് ചെയ്യാതെ കുഴച്ചെടുക്കണം. ഈ ബീഫ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ച ബീഫാണിത്. സ്റ്റൗവിലൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഓയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഡിഷാണിത്. ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി കരിഞ്ഞു പോകാതെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി എത്രത്തോളം വഴന്ന് വരുന്നു അത്രയും നമ്മുടെ ബീഫ് വരട്ടിയതിന് ടേസ്റ്റ് കൂടുന്നതാണ്. നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൗഡറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുന്നേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ചപ്പോഴുള്ള വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത്. ആ വെള്ളത്തിൽ കിടന്ന് ബീഫ് വഴറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കൊണ്ട് ലഭിക്കൽ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി, നല്ലവണ്ണം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മല്ലിയില കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പെപ്പർ പൊടിയും ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് പെപ്പർ ചേർക്കാവുന്നതാണ്. ഈ ടേസ്റ്റി വിഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.